കഴിഞ്ഞ ദിവസം രാത്രി ഒരു പ്രത്യേക ഡിന്നറൊക്കെയാണ് അവരെല്ലാവരും കൂടി അറേഞ്ച് ചെയ്ത് കഴിച്ചത്. അവിടെ ഒരു പ്രത്യേകം ഡിന്നറൊക്കെ ഒരുക്കിയിരുന്നു. അവിടെ വിരുന്നുകാർ വന്നത് പ്രമാണിച്ച് അവർക്കുള്ള ഒരു ഗസ്റ്റിനുള്ള ഒരു പ്രത്യേക ഡിന്നറായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഒത്തുകൂടി അവിടെ വെച്ച് ശ്വേത പറഞ്ഞൊരു കാര്യമായിരുന്നു, നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, എന്തെങ്കിലും വിഷമതകളോ പ്രശ്നങ്ങളോ നിങ്ങൾക്കിടയിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തുകൊണ്ട് നമുക്ക് നാളെ മുതൽ ഒരു പുതിയ ദിവസം തുടങ്ങാം എന്ന് പറഞ്ഞ സമയത്ത് അവിടെ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ എഴുന്നേറ്റ് നിന്നിരുന്നു റസ്മിൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം നടന്ന ഞങ്ങൾക്കിടയിൽ എനിക്കും ജാസ്മിനും ഇടയിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവളെ ഫിസിക്കലിയും മെന്റലിയും അറ്റാക്ക് ചെയ്തു. അവൾക്കത് ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം, ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും. പക്ഷേ അവൾ എൻ്റെ അടുത്ത് തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. അവളെ പോലെ അത്രയും ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് കൂടെ നടന്നിട്ടും ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്നൊരു വിഷമം അവൾക്കുണ്ട് എന്നറിയാം. അതിലുപരി എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അവൾക്ക് ഫിസിക്കലി വേദനിച്ചതിനേക്കാൾ ഒരുപാട് മാനസികമായിട്ട് ഞാൻ അത്രയും വിഷമിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. എനിക്കതിന് അവളോട് സോറി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ജാസ്മിൻ പറഞ്ഞു, സാരില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റസ്മിൻ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എനിക്കത് കുറേ ദിവസമായിട്ട് മനസ്സിലൊരു ദേഷ്യം, പലരും പറഞ്ഞ് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അവിടെ കണ്ടത് എന്നുകൂടി അവിടെ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ട് സോറി പറഞ്ഞ് അവർ ഹഗ് ചെയ്ത് ആ പ്രശ്നം സോൾവ് ചെയ്യുകയും ചെയ്തു. എന്തായാലും റസ്മിൻ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ഫിസിക്കലിയും മെന്റലിയും ഞാൻ അവളെ വേദനിപ്പിച്ചു എന്നുള്ള കാര്യം. സത്യത്തിൽ ആ വീഡിയോ ബിഗ് ബോസ് നമുക്ക് കാണിച്ചിട്ടില്ല, എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ അത് എപ്പിസോഡിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു സീൻ കാണിച്ചിട്ട് പോവാണ് ചെയ്തത്. പക്ഷേ ലൈവില് റസ്മിൻ ആ സംസാരിക്കുന്ന കാര്യം കാണിച്ചതുമില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ലൈവിൽ ആ ഒരു സീൻ കാണിച്ചിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ബിഗ് ബോസ് എന്തോ ഒരു കള്ളത്തരം കാണിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. അവിടെ റസ്മിൻ അവിടെ ആ പറഞ്ഞ ഒരു വാചകം വെച്ചിട്ട് അവരുടെ ഫിസിക്കലി അറ്റാക്ക് നടന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിഗ് ബോസ് പ്രേക്ഷകരെ മണ്ടന്മാരാക്കി എന്ന് വേണം പറയാനായിട്ട്.